നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. അയർലൻഡിൽ മത്സ്യവില ഉയരും. യൂറോപ്യൻ യൂണിയനിൽ നടപ്പിൽ വരാനിരിക്കുന്ന പുതിയ നിയന്ത്രണങ്ങൾ മത്സ്യബന്ധന മേഖലയെ കാര്യമായി ബാധിക്കുമെന്ന് ആശങ്ക. അയർലൻഡിൽ മത്സ്യവില ഉയരുമെന്നും സൂചന. ഹോസ് പൈപ്പ് നിരോധനം നീട്ടി. മീത്ത്, വെസ്റ്റ് മീത്ത്, ഡൊണഗൾ എന്നീ കൌണ്ടികളിൽ ഹോസ് പൈപ്പ് നിരോധനം നീട്ടി. ജൂലൈ മുതൽ നിലവിലുള്ള ജലസംരക്ഷണ ഉത്തരവുകൾ ഒക്ടോബർ 13 വരെ നീണ്ടുനിൽക്കും. ഇസ്രായേലിന് യൂറോവിഷനിൽ പങ്കെടുക്കാൻ അനുമതി നൽകരുതെന്ന് ആവശ്യം. ഇസ്രായേൽ പങ്കെടുത്താൽ അടുത്ത വർഷത്തെ യൂറോവിഷൻ ഗാനമത്സരത്തിൽ അയർലൻഡ് പങ്കെടുക്കില്ലെന്ന് ഐറിഷ് ബ്രോഡ്കാസ്റ്റർ RTE. ഗാസയിലെ സംഘർഷം കാരണമാണ് ഈ തീരുമാനമെന്നും ബ്രോഡ്കാസ്റ്റർ RTE. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ മേരി സ്റ്റീൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്ത്. ഒക്ടോബർ 24-നാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ്. ശമ്പള വർധനവ് പദ്ധതിയിട്ട് രാജ്യത്തെ പകുതിയോളം കമ്പനികൾ. ജീവനക്കാർക്ക് മെച്ചപ്പെട്ട ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാൻ കമ്പനികൾ. ശരാശരി 3.5% വർധനവ് ഉണ്ടാകും. 2024 ജീവനക്കാർക്ക് ശമ്പള വർധനവോ മറ്റ് ആനുകൂല്യങ്ങളോ ഉണ്ടായിരുന്നില്ല. സൗത്ത് ഡബ്ലിനിൽ ഓണാഘോഷം 13-ന്. ഡബ്ലിൻ മലയാളീസ് ഇൻ സൗത്ത് ഡബ്ലിന്റെയും സോഷ്യൽ സ്പേസ് അയർലൻഡിന്റെയും ആഭിമുഖ്യത്തിലുള്ള ഓണാഘോഷ പരിപാടികൾ ശനിയാഴ്ച നടക്കും. ആവേശമായി നീന കൈരളിയുടെ ഓണാഘോഷ പരിപാടി. നീന സ്കൗട്ട് ഹാളിലായിരുന്നു നീന കൈരളിയുടെ ആഘോഷ പരിപാടികൾ നടന്നത്. പരിപാടിയിൽ നീന പാരിഷ് പ്രീസ്റ്റ് ഫാദർ റെക്സൻ ചുള്ളിക്കൽ വിശിഷ്ടാതിഥിയായി. കുട്ടികളുടെ മരണങ്ങൾ അന്വേഷിക്കുന്ന നാഷണൽ റിവ്യൂ പാനലിനെതിരായ പരാമർശങ്ങൾ ഓംബുഡ്സ്മാൻ ഫോർ ചിൽഡ്രൻ പിൻവലിക്കണമെന്ന് NRP അധ്യക്ഷ ഡോക്ടർ ഹെലൻ ബക്ലി. അയർലൻഡ് മലയാളിയായ ശ്രീകാന്ത് സോമനാഥൻ ഡബ്ലിൻ സിറ്റി വെസ്റ്റിൽ കാറിൽ മരിച്ച നിലയിൽ. കേരളത്തിൽ പന്തളം സ്വദേശിയായിരുന്നു ശ്രീകാന്ത്. സൈനിക ഇന്റലിജൻസ് വിപുലീകരണത്തിന്റെ ഭാഗമായി അയർലൻഡിലെ സൈനിക ഇന്റലിജൻസ് ഓഫീസർമാർ പരിശീലനത്തിനായി US-ലേക്ക്. പ്രതിരോധ സേനയുടെ ഇന്റലിജൻസ് ട്രേഡ് ക്രാഫ്റ്റ് മെച്ചപ്പെടുത്തുന്നതാണ് ലക്ഷ്യമെന്നും സൂചന. അമേരിക്കയിൽ ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് ഇന്ത്യൻ വംശജനെ കഴുത്തറത്ത് കൊലപ്പെടുത്തി. 50 വയസ്സുകാരൻ നാഗമല്ലയെയാണ് കൊല്ലപ്പെട്ടത്. പാലസ്തീന് തീർക്കാൻ ഒരുങ്ങുന്നുവെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഭീകരവാദികളും ഭീകരതയെ താലോലിക്കുന്നവരും ഒരേപോലെ കുറ്റക്കാരെന്നും നെതന്യാഹു. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാവിലെ 10:11-നായിരുന്നു സത്യപ്രതിജ്ഞ. ESI പദ്ധതിയിൽ അംഗമാകാനുള്ള ശമ്പള പരിധി 30,000 രൂപയാക്കുന്ന വിഷയം പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പരിഗണനയിൽ. 21,000 രൂപയുടെ ശമ്പള പരിധിയിൽ മാറ്റം വരുത്താത്തതിനാൽ 1 കോടിയോളം തൊഴിലാളികളാണ് സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങളിൽ നിന്ന് പുറത്തായത്. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തിരഞ്ഞെടുത്തു. ആലപ്പുഴയിൽ ചേർന്ന സംസ്ഥാന സമ്മേളനമാണ് സംസ്ഥാന സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത്. CPI ബ്രാഞ്ച് സെക്രട്ടറിയെ മർദ്ദിച്ച സംഭവത്തിൽ കോടതി തടവിന് ശിക്ഷിച്ച ഉദ്യോഗസ്ഥന് DYSP ആയി സ്ഥാനക്കയറ്റം നൽകിയതിനെതിരെ പരാതിക്കാരൻ രംഗത്ത്. വടകര മുൻ ഇൻസ്പെക്ടർ PM മനോജരാണ് സ്ഥാനക്കയറ്റം. ഇന്ത്യയിലെ കളിക്കാർ സമ്മർദ്ദത്തിലാണെന്ന് പാക് ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി. അവർ ഇന്ത്യക്കാരാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അല്ലെങ്കിൽ അവരുടെ വീടുകൾ കത്തിക്കുമെന്ന് ഭീഷണികൾ ലഭിക്കുന്നുണ്ടെന്നുമാണ് അഫ്രീദിയുടെ പ്രസ്താവന. ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ബ്രോങ്കോ ഫിറ്റ്നസ് ടെസ്റ്റ്. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീം അംഗങ്ങൾക്ക് ബ്രോങ്കോ ഫിറ്റ്നസ് ടെസ്റ്റ്. ഫിറ്റ്നസ് ആൻഡ് കണ്ടീഷനിംഗ് കോച്ച് അഡ്രിയാൻ ലെ റുക്സ് ആണ് ബ്രോങ്കോ ടെസ്റ്റിന് താരങ്ങളെ വിധേയമാക്കിയത്. സംസ്ഥാനത്ത് ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ നേരിയ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. അയർലൻഡിൽ 3 കൌണ്ടികളിൽ യെല്ലോ അലർട്ട്. അയർലൻഡിൽ 3 കൌണ്ടികളിൽ കനത്ത മഴയും ഇടിമിന്നലും പ്രതീക്ഷിക്കുന്നതായി മെറ്റ് എയർ. 3 കൌണ്ടികളിലും യെല്ലോ അലർട്ടും നിലവിലുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.